വെൽക്കം ബാക്ക് ട്രാവൻകൂർ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓഫീസർ ഓൺ ദ ഫയർ എന്ന് തന്നെ പറയണം. ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഓരോ പ്രേക്ഷകരെയും നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള നല്ലൊരു റൈറ്റിംഗ് എന്ന് തന്നെ എടുത്ത് പറയണം. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഓരോ സിനിമാ പ്രേക്ഷകനെയും പൾസ് അറിഞ്ഞ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഐഡിയ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമ്മുടെ ചാക്കോച്ചന്റെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കഥാപാത്രത്തിനോട് അദ്ദേഹം 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു ഫാമിലി മാന്റെ സിമ്പിൾ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ദ ഡ്യൂട്ടി. ഇതിൽ പ്രിയാമണിയാണ് അദ്ദേഹത്തിന്റെ നായികയായിട്ട് വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും പ്രിയാമണി തിരിച്ചെത്തുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഗ്രാൻഡ് മാസ്റ്ററിനൊക്കെ ശേഷം നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം പ്രിയാമണിക്ക് കിട്ടുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് നല്ല രീതിയിലുള്ള BGM കത്തി കയറുന്ന ഒരു പരിപാടിയൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചാക്കോച്ചന്റെ മോർച്ചറിയിലുള്ള ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീൻസിന്റെ സൗണ്ട് എഫക്റ്റ് അപാര വർഷം തന്നെയാണ്. ആ കാരണം കണ്ടു തന്നെ നമ്മൾ ഇത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു സിനിമ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ സിനിമ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.